ഇടുക്കി വാഗമൺ കാഞ്ഞാർ റോഡിലെ വ്യൂ പോയിന്റായ ചാത്തൻപാറയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ ആളുകളാണ് ഏതാനും നാളുകൾക്കിടെ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. 1000 അടിയിലധികം താഴ്ചയുള്ള പ്രദേശമാണ് ചാത്തൻപാറയും പരിസരവും. എന്നാൽ ഇവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമൺ സന്ദർശിക്കാനെത്തുന്നത്. ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ ചാത്തൻപാറയിലെത്തിയാൽ ഈ പ്രദേശത്ത് കുറച്ചു സമയം ചിലവഴിക്കാതെ പോകാറില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കുളമാവ്, ഇലവീഴ പുഞ്ചിറ, ആലപ്പുഴ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ കാണാനും ഫോട്ടോ എടുക്കാനും കഴിയും. എന്നാൽ ചാത്തൻപാറയിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ല. മഴക്കാലത്ത് പാറയിൽ പായൽ പിടിച്ച് തെന്നിക്കിടക്കുകയാണ്. കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടെ സഞ്ചാരികളുടെ കാലൊന്നു തെറ്റിയാൽ പതിക്കുക അഗാധമായ ഗർത്തത്തിലേക്കാണ്. ഇവിടെ യാതൊരു സുരക്ഷ ഇല്ലെന്നുള്ളത്. എപ്പോഴാണെങ്കിലും ആൾക്കാർ താഴോട്ട് വീഴാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വരുന്ന ആളുകൾ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പുറകിൽ ഒരു അപകടം പതിയിരിക്കുന്ന അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഫെൻസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഈ താഴോട്ട് വീഴുന്ന ഒഴിവാക്കാം. ഒപ്പം ഇവിടെ കുറ്റാക്കൂർ ചെയ്തിട്ടൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മൺസൂൺ ടൂറിസത്തിൻ്റെ സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് നിർമ്മിച്ച ശേഷം 17 പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊക്കയിലേക്ക് വീണ് റിട്ടയേർഡ് KSEB ഉദ്യോഗസ്ഥൻ, എറണാകുളം സ്വദേശി തോബിയാസ് ഉൾപ്പെടെ 5 പേർ ഈ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഞായറാഴ്ച കൊക്കയിൽ വീണ തൊടുപുഴ സ്വദേശി വിഷ്ണുവിനെ അത്ഭുതകരമായി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തുകയായിരുന്നു. വലിയ ഗർത്തത്തിൽ നിന്ന് ഉയർന്നുവരുന്ന കാറ്റ് റോഡിന് എതിർവശത്തെ പാറക്കെട്ടിൽ തട്ടി തിരിച്ചടിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകടം പതിവാകുന്നതിൽ നാട്ടുകാരും ആശങ്കയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി.